ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. ഒത്തിരി ക്രിസ്ത്യാനികളുടെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, ക്രിസ്ത്യാനികൾ വെറും മൊണ്ണകളെപ്പോലെ ജീവിക്കുന്നത്. മൊണ്ണകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഒന്നിനും കൊള്ളാത്തവർ. ക്രിസ്ത്യാനികൾ എപ്പോഴാണ് ഒന്നിനും കൊള്ളാത്തവരാകുക? അത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പുണ്യങ്ങൾ അഭ്യസിക്കാത്ത ക്രിസ്ത്യാനികൾ മൊണ്ണകളാണ്. അസാധാരണ ബുദ്ധിയും സാമർഥ്യമൊക്കെ നമുക്കുണ്ടായിരിക്കാം, പക്ഷേ പുണ്യങ്ങൾ അഭ്യസിക്കാത്ത ക്രിസ്ത്യാനികൾ, അവരെ മൊണ്ണകൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റും. അങ്ങനെ ഒരു ടൈറ്റിൽ കൊടുക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ ഏതാനും വചനങ്ങൾ കാണുമ്പോൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ട് സംഭവങ്ങൾ ഞാൻ ഓർക്കാം. ഒരു വീട്ടിൽ എന്നെ വിളിച്ചു, അത്താഴം തന്നു. വിളിക്കാൻ മെയിനായിട്ടുള്ള കാരണം 2-3 വചനങ്ങൾ ഒന്ന് വ്യാഖ്യാനിച്ച് കൊടുക്കാൻ വേണ്ടിയാണ്. അവരൊരു ധ്യാനത്തിന് പോയപ്പോൾ അവിടെ അസാധാരണ കഴിവുള്ള ഒരു കൊച്ചുണ്ടായിരുന്നു. ഈ കൊച്ചിങ്ങനെ ഓരോരുത്തരും അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ മുഖത്തോട് പോലും നോക്കുന്നില്ല, 3 വചനം എഴുതി കൊടുക്കും. ഇവയൊക്കെ മലയാളം അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷേ മലയാളിക്ക് മലയാളത്തിൽ എഴുതി കൊടുക്കും. ഇംഗ്ലീഷാണ് അവർക്ക് വശം എന്ന് മുഖത്തോട്ട് നോക്കിയിട്ടല്ല കണ്ടുപിടിക്കുക. ദൈവാത്മാവ് കൊടുക്കുന്ന ആ ഒരു പ്രചോദനം ഇംഗ്ലീഷിൽ എഴുതി കൊടുക്കും. ബൈബിളിലെ എല്ലാ വചനങ്ങളും തന്നെ അറിയാവുന്നത് പോലെ ഓരോരുത്തർക്കും ആവശ്യമായത് എഴുതി കൊടുക്കുന്ന ഒരു പങ്കുവച്ചു. അത് അവരെ അതിശയിപ്പിച്ചു. അതുകൊണ്ടാണ് ഈ വചനങ്ങൾ, 3 വചനങ്ങൾ അവർക്ക് കിട്ടിയതൊന്ന് വ്യാഖ്യാനിച്ച് കിട്ടാൻ വേണ്ടിയാണ് അവരെന്നെ ക്ഷണിച്ചത്. കൊച്ചിൻ്റെ പ്രത്യേകത എന്നാണെന്നറിയോ? അത് ജനിച്ചപ്പോൾ അതിനൊരു മനുഷ്യക്കോലം പോലും ഇല്ല. കുറേ സർജറിയൊക്കെ നടത്തിയാണ് അങ്ങനെ ഒരു മനുഷ്യക്കോലം വന്നത്. പക്ഷേ ഇന്ന് അവരുടെ അസാധാരണമായ കഴിവ്, വലിയ ബുദ്ധിസാമർഥ്യമുള്ള വിദ്യാഭ്യാസമുള്ള വ്യക്തികൾക്ക് പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ആത്മീയ കാര്യങ്ങൾ, അത്ഭുതകരമായ കാര്യങ്ങളാണ് ആ ഒരു കൊച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളെ തന്നെ അത് അതിശയിപ്പിക്കും. മറ്റൊരു സ്ത്രീ പറഞ്ഞാണ്, എനിക്ക് 2 പിള്ളേരുണ്ടായപ്പോൾ അവരെ ഗർഭം ധരിച്ചിരുന്നപ്പോഴേ ഞാൻ ചോദിച്ചാണ്, വചന സൗന്ദര്യമുള്ള കുട്ടികൾ 2 പേർക്കും ഉണ്ട്, പക്ഷേ ഫിസിക്കലി മെൻ്റലി ചലഞ്ചിലാണ് ഈ പിള്ളേർക്ക് 2 പേർക്കും. അതിലൊരു കൊച്ച് ഇപ്പോൾ 2012 ജനുവരി 5-ാം തീയതി ഏത് ദിവസമായിരുന്നു ചോദിച്ചാൽ പെട്ടെന്ന് പറയും. അസാധാരണമായൊരു കഴിവ്. ഇനി ലോകം മൊണ്ണകളായിട്ട് കാണുന്നവർ, പക്ഷേ ദൈവം അവരെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്തപ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായ ആ വലിയ നേട്ടമാണ് ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റുക. നമുക്കിത് മനസ്സിൽ വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, യേശു കയറിയിരുന്നത് കഴുതപ്പുറത്താണ്. രാജാക്കന്മാരൊക്കെ കുതിരപ്പുറത്താണ് പോകാറുള്ളത്. രാജാക്കന്മാരുടെ രാജാവ് കഴുതപ്പുറത്ത്. കഴുത എന്ന് പറഞ്ഞാൽ മൃഗങ്ങളിൽ മൊണ്ണയായിട്ട് കാണുന്നതാണ് കഴുത. ആ മൊണ്ണയുടെ പുറത്ത് കയറിയിരുന്നാണ് യേശു സഞ്ചരിച്ചത് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ലൂക്ക 19:35 വായിച്ചാൽ അത് നമുക്ക് കാണാൻ പറ്റും. മർക്കോസ് 10-ാം അധ്യായം 35 മുതൽ വായിക്കുമ്പോൾ സബദീ പുത്രന്മാർ അവർ യേശുവിൻ്റെ അടുത്ത് വന്ന് ഒരാവശ്യപ്പെട്ടൊരു കാര്യം, ഒരാൾക്ക് ഇടത്തും മറ്റേയാൾക്ക് വലത്തും ഇരിക്കാനുള്ള ഭാഗ്യം. കർത്താവ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ പാനപാത്രം, ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? അവർ പറഞ്ഞു പറ്റും. ഇനി അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ദൈവം വാഗ്ദാനം ചെയ്യുന്നത് അവിടെ നമുക്ക് കാണാൻ പറ്റും. യോഹന്നാൻ 18:36 എടുക്കുമ്പോൾ യേശു പറഞ്ഞ ഒരു കാര്യമുണ്ട്, എൻ്റെ രാജ്യം ഐഹികമല്ല. ലോകം മൊണ്ണയായിട്ട് കാണുന്ന ചില കാര്യങ്ങൾ കർത്താവ് ഏറ്റെടുത്തുകൊണ്ട് അതിനേക്കാൾ വലിയ ഒരു സ്വർഗീയമായ രാജ്യത്തെക്കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചും കർത്താവ് പഠിപ്പിക്കുന്നത് ഈ വചനങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. രണ്ടാമതായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്, നമ്മൾ ചിന്തിക്കുന്നത്, യേശു തിരഞ്ഞെടുത്തത് ആരെയായിരുന്നു? ശരിക്കും മൊണ്ണകളെ. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് 1 കൊരിന്തോസ് 1-ാം അധ്യായം 26 മുതൽ വായിക്കുമ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യം അവിടെ കാണാൻ സാധിക്കും. നിങ്ങളിൽ എത്ര പേരുണ്ട് ബുദ്ധിശാലികൾ? ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ ബുദ്ധിശാലികളായിട്ടുള്ള എത്ര പേരുണ്ട് നിങ്ങളുടെ കൂടെ? ഞാൻ ലോകം വിഡ്ഢികളെന്ന് കാണുന്ന നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങളെ അഭിഷേകം ചെയ്ത് ഈ ബുദ്ധിശാലികളെ അതിശയിപ്പിക്കാൻ, അവരെ തോൽപ്പിക്കാൻ നിങ്ങളെ ഞാൻ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. നമ്മുടെ കഴിവല്ല, അഭിഷേകമാണ് നമ്മെ വലിയവരാക്കുന്നത്. നമ്മുടെ ബുദ്ധിസാമർഥ്യമല്ല, നമ്മുടെ വരദാനങ്ങളുമല്ല, അതിനേക്കാൾ ഉപരി പുണ്യജീവിതം, പുണ്യങ്ങൾ അഭ്യസിച്ചുള്ള ഒരു ജീവിതം, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ അലങ്കരിക്കപ്പെട്ടുള്ള ഒരു ജീവിതം, അതാണ് നമ്മളെ വിലയുള്ളവരാക്കുന്നത് എന്ന് ഈ വചനഭാഗങ്ങളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവസാനമായിട്ട് ക്രിസ്ത്യാനിക്ക് സൗന്ദര്യം എന്തായിരിക്കണം എന്നുള്ളത് വചനം പഠിപ്പിക്കുന്നുണ്ട്. 1 പത്രോസ് 3-ാം അധ്യായം 3 മുതൽ ആന്തരിക സൗന്ദര്യം അതെപ്പോൾ ഉണ്ടാകും? ആത്മാവിനെ അണിയുമ്പോൾ ആന്തരിക സൗന്ദര്യം ഉണ്ടാകും. ക്രിസ്ത്യാനികൾക്ക് എന്തായിരിക്കണം? ആഭരണം പുണ്യങ്ങളായിരിക്കണം. 2 പത്രോസ് 1:4 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ പുണ്യങ്ങൾ അഭ്യസിച്ച് നിങ്ങൾ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കണം. ക്രിസ്ത്യാനികൾക്ക് എന്തായിരിക്കണം? ആയുധം, ദൈവത്തിൻ്റെ ആയുധം. എഫേസസ് 6:10 മുതൽ 17 വരെ വായിക്കുമ്പോൾ 6 ആയുധങ്ങളെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ച് ജീവിക്കുവാൻ വേണ്ട ആ ഒരു കൃപയ്ക്കായി പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിശബ്ദതയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ
ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.